ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഒരു 22 കമ്മിറ്റികളുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് 22 കമ്മിറ്റികളുണ്ടായിരുന്നു. ആ 22 കമ്മിറ്റി നമുക്ക് പഠിക്കേണ്ട, പക്ഷേ പ്രധാനപ്പെട്ട കുറച്ച് കമ്മിറ്റികൾ പഠിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റി എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാ നിലവിൽ വന്നത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്. എന്തിനായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി? അതായത് നമ്മളുടെ ഭരണഘടനയുടെ ഒരു കരട് രൂപം ഉണ്ടാക്കാൻ, ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ, ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ മൊത്തം 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ അംബേദ്കർ. ആരായിരുന്നു? ഡോക്ടർ അംബേദ്കർ. നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ അംബേദ്കർ ആണ്. ഡോക്ടർ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ബാക്കിയുള്ള അംഗങ്ങൾ ആരായിരുന്നു? KM മുൻഷി. ആരാണ്? KM മുൻഷി. KM മുൻഷി ആരായിരുന്നു? വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച ആളാണ് ആര്? KM മുൻഷി. വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച ആളാണ് KM മുൻഷി. അടുത്ത ആളാരായിരുന്നു? മുഹമ്മദ് സാദുള്ള. മുഹമ്മദ് സാദുള്ള. അടുത്ത ആള് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അടുത്ത ആളാരാണ്? ഗോപാലസ്വാമി അയ്യങ്കാർ. ഗോപാലസ്വാമി അയ്യങ്കാർ. അടുത്ത ആള് TT കൃഷ്ണമാചാരി. TT കൃഷ്ണമാചാരി. അടുത്തത് N മാധവറാവു. N മാധവറാവു. ഈ പേരുകൾ എന്തായാലും പഠിക്കേണ്ടതാണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആരൊക്കെയായിരുന്നു? ഡോക്ടർ അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഗോപാലസ്വാമി അയ്യങ്കാർ, TT കൃഷ്ണമാചാരി, N മാധവറാവു. ഈ കൃഷ്ണമാചാരിക്ക് പകരം ആദ്യം ഉണ്ടായിരുന്നത് ആരായിരുന്നു? DP ഖേദാനായിരുന്നു. കൃഷ്ണമാചാരിക്ക് പകരം ആദ്യം ഉണ്ടായിരുന്ന ആൾ DP ഖേദാനായിരുന്നു. അതുപോലെ തന്നെ N മാധവറാവുവിന് പകരം ആദ്യം ഉണ്ടായിരുന്ന ആരായിരുന്നു? BL മിത്തലായിരുന്നു. TT കൃഷ്ണമാചാരിക്ക് പകരം DP ഖേദാനും N മാധവറാവുവിന് പകരം BL മിത്തലുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേർക്കും പകരമാണ് TT കൃഷ്ണമാചാരി N മാധവറാവും വന്നത്. അപ്പോൾ എന്താണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി? എന്താണ്? ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് എന്ത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. എന്നാണ് രൂപീകരിച്ചത്? 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ അംബേദ്കർ ആയിരുന്നു. ബാക്കിയുള്ള അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഗോപാലസ്വാമി അയ്യങ്കാർ, DP ഖേദാന് പകരം TT കൃഷ്ണമാചാരി, BL മിത്തലിന് പകരം മാധവറാവു. ഇത്രയും അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ അടുത്ത കുറച്ച് കമ്മിറ്റികളും കൂടെ നമുക്ക് പഠിക്കാം. റൂൾസ് ഓഫ് പ്രൊസീജിയർ. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അപ്പോൾ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റികൾ ഏതൊക്കെയാണ്? റൂൾസ് ഓഫ് പ്രൊസീജിയർ, സ്റ്റിയറിംഗ് കമ്മിറ്റി, പതാക നിർമ്മാണ കമ്മിറ്റി, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി. ഈ കമ്മിറ്റികളുടെ ഒക്കെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അതായത് റൂൾസ് ഓഫ് പ്രൊസീജിയർ, സ്റ്റിയറിംഗ് കമ്മിറ്റി, പതാക നിർമ്മാണ കമ്മിറ്റി, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി. ആരൊക്കെയായിരുന്നു? ഏതൊക്കെയായിരുന്നു? റൂൾസ് ഓഫ് പ്രൊസീജിയർ, സ്റ്റിയറിംഗ് കമ്മിറ്റി, പതാക നിർമ്മാണ കമ്മിറ്റി, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി. ഇതിൻ്റെയൊക്കെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അടുത്തൊരു കമ്മിറ്റിയാണ് മൗലിക അവകാശ കമ്മിറ്റി. അടുത്തത് ന്യൂനപക്ഷ കമ്മിറ്റി. ഇതിൻ്റെ രണ്ടിൻ്റെയും ചെയർമാൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ഇതൊക്കെയാണ് മൗലിക അവകാശ കമ്മിറ്റി, ന്യൂനപക്ഷ കമ്മിറ്റി. അതിൻ്റെ സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്ന ആളാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ.
അപ്പോൾ നമുക്കിത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ്? മൗലിക അവകാശത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആളാരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ മൗലിക അവകാശ കമ്മിറ്റിയും ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അത് മൗലികാവകാശ കമ്മിറ്റി ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ തന്നെ മൗലിക അവകാശ ഉപകമ്മിറ്റി ആരാണ്? JB കൃപലാനി. മൗലിക അവകാശ ഉപകമ്മിറ്റി JB കൃപലാനി. ഈ JB കൃപലാനി എന്നുള്ള പേര് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു അല്ലേ? എന്തായിരുന്നു? അതായത് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് ആര്? JB കൃപലാനി. അപ്പം മൗലിക അവകാശ ഉപകമ്മിറ്റിയുടെ ചെയർമാൻ JB കൃപലാനിയാണ്. മൗലിക അവകാശ കമ്മിറ്റിയുടെ സർദാർ വല്ലഭായ് പട്ടേലാണ്. അതേപോലെ തന്നെ ന്യൂനപക്ഷ ഉപകമ്മിറ്റി ആരാണ്? HC മുഖർജി. HC മുഖർജി ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപ അധ്യക്ഷനായിരുന്നു HC മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപ അധ്യക്ഷനായിരുന്നു എന്ത്? HC മുഖർജി. അപ്പോൾ മൗലികാവകാശ ഉപകമ്മിറ്റി JB കൃപലാനി, ന്യൂനപക്ഷ ഉപകമ്മിറ്റി HC മുഖർജിയായിരുന്നു. അടുത്താണ് ഓർഡർ ഓഫ് ബിസിനസ്. ഓർഡർ ഓഫ് ബിസിനസ് KM മുൻഷി. ഓർഡർ ഓഫ് ബിസിനസ് KM മുൻഷി. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഭാഷാ കമ്മിറ്റിയാണ് മൂർത്തി സത്യനാരായണ. ഭാഷാ കമ്മിറ്റി മൂർത്തി സത്യനാരായണ. അത് കഴിഞ്ഞിട്ടുള്ള കമ്മിറ്റികളാണ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി. ഈ കമ്മിറ്റിയോടൊക്കെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അപ്പോൾ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, ഇതിൻ്റെയൊക്കെ ചെയർമാൻ നെഹ്റു ആയിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് പേരുകളുണ്ട്. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ തന്നെ ഓർമ്മയിൽ നിൽക്കുള്ളൂ. എത്രയും കൂടുതൽ വായിക്കുന്നോ അത്രയും നമ്മൾക്ക് ഓർമ്മയിലുണ്ടാവും. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് എന്നാണ്? 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്തിനായിരുന്നു? ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ അംബേദ്കർ ആയിരുന്നു. ബാക്കിയുള്ള അംഗങ്ങൾ ആരൊക്കെയാണ്? KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഗോപാലസ്വാമി അയ്യങ്കാർ, TT കൃഷ്ണമാചാരി, N മാധവറാവു. DP ഗേദാനി പകരമാണ് കൃഷ്ണമാചാരി, BL മിത്തലിന് പകരം മാധവറാവു. ഓക്കെ. അടുത്തത് ഏത് കമ്മിറ്റികളൊക്കെയാണ്? റൂൾസ് ഓഫ് പ്രൊസീജിയർ, സ്റ്റിയറിംഗ് കമ്മിറ്റി, പതാക നിർമ്മാണ കമ്മിറ്റി, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി. ഇതിൻ്റെ എല്ലാ ചെയർമാനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ, സ്റ്റിയറിംഗ് കമ്മിറ്റി, പതാക നിർമ്മാണ കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, ഇതിൻ്റെ എല്ലാം ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതേപോലെ തന്നെ മൗലിക അവകാശ കമ്മിറ്റി ന്യൂനപക്ഷ കമ്മിറ്റിയുടെയും ചെയർമാൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശ ഉപകമ്മിറ്റി JB കൃപലാനി, ന്യൂനപക്ഷ ഉപകമ്മിറ്റി HC മുഖർജി, ഓർഡർ ഓഫ് ബിസിനസ് KM മുൻഷി, ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ, ഭാഷാ കമ്മിറ്റി മൂർത്തി സത്യനാരായണ. പിന്നെ അതേപോലെ തന്നെ എന്താണ്? യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി. ഈ 3 കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു.